25 ഇനി ഒരു വീക്കും കൂടി ഉള്ളൂ. സോ എല്ലാവരും ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീക്ക് എങ്ങനെ പഠിക്കാം ആൻഡ് ഹോൾ അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും, എന്താ ഡ്രസ് കോഡ് എന്താണ്, അതുപോലെ ലാസ്റ്റ് അതായത് നീറ്റിൻ്റെ തൊട്ട് തലേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു വീക്ക് അതായത് ഇപ്പോൾ ഒരു 8-7 ദിവസം ഉണ്ടാകും. ഈ ഒരു വീക്കിൽ 4 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സിനും, ഒരു ദിവസം ഫിസിക്സ്, ഒരു ദിവസം കെമിസ്ട്രി, ഒരു ദിവസം ബയോളജിന് ബോട്ടണി, ഒരു ദിവസം സുവോളജി, അങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കും. സോ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇനി അതിനുള്ള ടൈമേ ഉള്ളൂ. സോ പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഫോമുലാസ് കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഫോമുല ഷീറ്റ്സ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇതുവരെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓരോരോ ചാപ്റ്റർ നോക്കിയിട്ട്. ഇനി ഫോമുല ഷീറ്റ്സ് ഉള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക. ആ ഫോമുല ഷീറ്റ്സ് തന്നെ ജസ്റ്റ് എക്സാമിൻ്റെ തലേന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോമുല ഷീറ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഫോമുല ഷീറ്റ്സ് നോക്കിയിട്ട് പഠിക്കാം. ആൻഡ് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം ടൈം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ തന്നെ നീറ്റിൻ്റെ ടൈമിൽ, അതായത് 2 to 5 എന്ന് പറയുന്ന ടൈം, ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ 2017 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി അതിൻ്റെ മുതൽ APMTൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ, കാരണം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പ്രീവിയസ് ഇയർ എന്നായിരിക്കും കൂടുതലും, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നീറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ആ സമയത്ത് പോയിട്ട് ഉറങ്ങാൻ പാടില്ല, അന്നപ്പോൾ ഇരുന്നിട്ട് പഠിക്കാം. സോ ആ സമയം നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെക്കേണ്ട ഒരു ടൈമാണ് 2 to 5. പിന്നെ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, ആ ദിവസം ഇപ്പോൾ സൺഡേ നിങ്ങൾ ഫിസിക്സ് എടുത്തെങ്കിൽ സൺഡേ എൻ്റെ ഫിസിക്സ് +1 +2 എല്ലാ പോർഷൻസും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. മൺഡേ കെമിസ്ട്രി, ട്യൂസ്ഡേ വെനസ്ഡേയും ബയോ ആയിട്ട് ഇതാക്കണം. പിന്നെ നിങ്ങൾക്കുള്ളത് തേഴ്സ്ഡേയും ഫ്രൈഡേയും ആണ്. സാറ്റർഡേ നിങ്ങൾ ജസ്റ്റ് കൂട്ടണ്ട. ഇനി ഈ തേഴ്സ്ഡേ ഫ്രൈഡേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതന്നെ ഒന്നും കൂടെ മിക്സ് ആയിട്ട് പഠിക്കുക. അതായത് ഫിസിക്സും ബോട്ടണി ഒരു ദിവസവും, സുവോളജിയും കെമിസ്ട്രി ഒരു ദിവസവും, അങ്ങനെയായിട്ട് പഠിക്കാം. ആൻഡ് സാറ്റർഡേ നിങ്ങൾ ഇത് മൊത്തം ഈ 4 സബ്ജക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫോർമുല വരുന്നത്. ഇനി രണ്ടാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റിയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റി ഏതാണ്, നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏത് സിറ്റിയിലാണുള്ളതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നീറ്റിൻ്റെ വെബ്സൈറ്റ് neet.nta.ac.in ആണ്. സോ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഏകദേശം ഒരു വെനസ്ഡേ ആയിട്ടായിരിക്കും. സോ അഡ്മിറ്റ് കാർഡ് വന്ന ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സെൻറ്റർ എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഗൂഗിളിൽ നോക്കുക, മാപ്പിൽ നോക്കുക ഏത് സ്ഥലമാണ്, നിങ്ങൾക്ക് എപ്പോൾ ഇറങ്ങണം വീട്ടിൽ നിന്ന്, അങ്ങനെ നോക്കി ടൈമൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് നിങ്ങൾക്ക് രാവിലെ പ്രിപ്പയർ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നിങ്ങൾ, അതായത് തേഴ്സ്ഡേ വെനസ്ഡേ എപ്പോഴാണോ അഡ്മിറ്റ് കാർഡ് വരുന്നത് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സെൻറ്റർ നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം എക്സാമിനേഷൻ്റെ ഡ്രസ് കോഡാണ്. സോ നീറ്റിന് ഒരു പ്രത്യേക ഡ്രസ് കോഡ് തന്നെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടണം. അതിന് ഗേൾസ് ആയാലും ശരി ബോയ്സ് ആണെങ്കിലും ശരി ലൈറ്റ് കളർ ഡ്രസ്സ് ഇടണം. പിന്നെന്താ വെച്ചാൽ ഫുൾ സ്ലീവ് വേണ്ട, ഒരു ഹാഫ് സ്ലീവ് ആയിരിക്കും നല്ലത്. കുർത്തി ഒരു ഇത്രയുള്ള സ്ലീവുള്ള കുർത്തി ഇടുന്നതിന് കുഴപ്പമില്ല, ലൈറ്റ് കളർ ആയിരിക്കണം. ബട്ടൺസ് പാടില്ല. ബട്ടൺസ് ഇനി ഗേൾസിനാണെങ്കിലും ശരി ബോയ്സിനാണെങ്കിലും ശരി ബട്ടൺസ് പാടില്ല. കോളർ പാടില്ല. പിന്നെ വാച്ചസ് പാടില്ല. മൊബൈൽ ഫോൺസ് ഒന്നും പാടില്ല, അറിയാം, എന്നാലും പാടില്ല. പിന്നെ പാൻസ് ഇടുമ്പം ജീൻസ് പാടില്ല, കാരണം ജീൻസിൽ ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ബെൽറ്റ് പാടില്ല. പിന്നെ പോക്കറ്റ്സ് ഉള്ള പാൻറ് പാടില്ല. പോക്കറ്റ്സ് ഉള്ളത് തന്നെ കുറേ ഉള്ള പോക്കറ്റ്സും പാടില്ല. പിന്നെ ഷൂസ് പാടില്ല, ഹീൽസ് പാടില്ല. ട്രൈ ടു യൂസ് സ്ലിപ്പേഴ്സ്. ഓക്കെ, സ്ലിപ്പേഴ്സ് മാത്രം ഇടാൻ നോക്കുക. പിന്നെ ചെറിയ ടീഷർട്ട്സ് ഇടാൻ പറ്റും. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും സ്മോൾ ടീഷർട്ട്സും ട്രാക്ക് യൂസ് ചെയ്യാം. അതുപോലെ സിമ്പിൾ പാൻസ് പറ്റും, പലാസ പറ്റില്ല. പിന്നെ അതുപോലെ
ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് പാടില്ല, പ്രിന്റഡ് ഡ്രസ്സസ് പാടില്ല, പ്രിന്റഡ് ഷർട്ട്സും ടോപ്പും കുർത്തിയും ഒന്നും പറ്റില്ല. എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ഓർണമെന്റ്സ് ഒന്നും തന്നെ പറ്റില്ല. ഇനി ഈവൻ മെറ്റൽ ആണെങ്കിലും അല്ലെങ്കിലും ഓർണമെന്റ്സ് ഒന്നും പറ്റില്ല. മൂക്കിലുണ്ട്, കാതിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറ്റില്ല. ഓർണമെന്റ്സേ പാടില്ല. സോ ഇനി അത് ചോദിച്ചിട്ട് ഇതിടാൻ പറ്റുമോ അതിടാൻ പറ്റുമോ അങ്ങനെ ചോദിക്കേണ്ട. ഓർണമെന്റ്സ് നീറ്റിന് അലൗഡ് അല്ല. കാൽക്കുലേറ്റർ പാടില്ല. പിന്നെ പേപ്പർ പെൻ മോഡാണ്. അപ്പം നിങ്ങൾ പേപ്പർ ഒരു പെണ്ണ് നിങ്ങൾ കൈ പിടിച്ചോളൂ, പക്ഷെ പെന്നിൻ്റെ ആവശ്യമില്ല, അവിടെ നിന്ന് തരും. എനിവേ ഇത് ജസ്റ്റ് കൈ പിടിച്ചോ, പക്ഷെ ആവശ്യമില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഒരു ID പ്രൂഫ് എടുക്കണം. ആധാർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ആധാറുള്ള ID പ്രൂഫ് എടുക്കുക. ഫോട്ടോ കരുതണം. ഓക്കെ. പിന്നെ ബോയ്സിൻ്റെതും ഇതുപോലെ തന്നെ സിമ്പിൾ ലൈറ്റ് ടീഷർട്ട്സ് യൂസ് ചെയ്യുക. ഷർട്ട് പാടില്ല, കാരണം ബട്ടൺസ് പാടില്ല. കോളർ പാടില്ല. കോളർ ഇല്ലാത്ത ടീഷർട്ട്സ് ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ പാൻസ് ഇടുമ്പോൾ അധികം ലൂസ് അല്ലാത്ത സിമ്പിളായിട്ടുള്ള, അതായത് എന്താ കൂടുതൽ പോക്കറ്റ്സ് ഇല്ലാത്ത പാൻസ് യൂസ് ചെയ്യാൻ നോക്കുക. ഷൂ ഇടരുത്, സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക. സോ ഇതാണ് നീറ്റിൻ്റെ ഒരു ഡ്രസ് കോഡ് വരുന്നത്. തൊപ്പി പാടില്ല. ഷാള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ മെറ്റൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതാണുള്ളത് അബൌട്ട് ഫുഡാണ്. സോ ഈ ഒരു വീക്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സാലഡ്സ് അങ്ങനത്തെ കഴിക്കുക. ഈ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഫിഷസ് ഒക്കെ ഒഴിവാക്കുക. ബോയിൽഡ് ഫുഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഹെൽത്തി ആയിരിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ കിട്ടിയാലും വെള്ളം കുടിക്കുക. നിങ്ങളുടെ കൂടെ തന്നെ ഒരു വെള്ളം വെക്കുക. പിന്നെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ കൊണ്ടുപോകാം വെള്ളം വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം കേട്ടോ. ബോട്ടിൽ, ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാം. പിന്നെ പറയാനുള്ളത് എക്സാമിൻ്റെ തലേന്ന് എന്ത് ചെയ്യണം. സോ എക്സാമിൻ്റെ തലേന്ന് ഏകദേശം സാറ്റർഡേ നിങ്ങൾ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ ഉറങ്ങണം. അത് നിർബന്ധമാണ്, 10 മണിക്ക് ഉറങ്ങണം. പിന്നെ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉറക്കം വേണം, കാരണം നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ട ഒരു സമയമാണ് ഇപ്പം. ശരിക്കും നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യേണ്ട ടൈമാണ്. ഈവൻ ദോ നിങ്ങൾക്ക് മാക്സിമം റെസ്റ്റ്, നിങ്ങളുടെ ബ്രെയിന് റെസ്റ്റ് വേണ്ട ഒരു സമയമാണ്. എന്നാലേ നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് ആക്കും. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ 10 മണിക്ക് തന്നെ മാക്സിമം 10 മണിക്ക് ഉറങ്ങാൻ നോക്കണം. കൂടിപ്പോയ ഒരു 11, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഒരു കുറച്ച് ചാപ്റ്റർ അല്ലേ ഉള്ളൂ, 12, 1 അല്ലേ അങ്ങനെ വിചാരിക്കരുത്. എന്നും നിങ്ങൾക്ക് ശീലം അല്ലെന്ന് വിചാരിക്കരുത്. 10 അല്ലെങ്കിൽ 11 ഉറങ്ങുക. രാവിലെ അതുപോലെ തന്നെ ഒരു 6 അല്ലെങ്കിൽ 5 മണി അതിൻ്റെ ആകുമ്പോൾ എണീക്കുക. എന്നിട്ട് നിങ്ങളുടെ മോർണിംഗ് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓരോരോ പേജസ് ഇങ്ങനെ മറച്ചു നോക്കുക. അപ്പം ഈ ചാപ്റ്ററിലെല്ലാം എനിക്കറിയാം അങ്ങനെ നോക്കിയിട്ട് വായിച്ചു പോകരുത്. ജസ്റ്റ് പേജ് മറിച്ചിട്ട് പോവുക. അല്ലാണ്ട് നിങ്ങൾ വായിച്ചു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ പേജിൽ അത് നിങ്ങൾക്ക് അപ്പം മനസ്സിൽ ഓടി വരും. അങ്ങനെ അത് നോക്കുക. പിന്നെ നിങ്ങൾ അന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെന്താ വെച്ചാൽ നേരത്തെ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു എക്സാമിന് സെൻറ്ററിൽ എപ്പോൾ എത്തണമെന്നൊരു ടൈം വന്നിട്ടുണ്ടാകും. ചിലപ്പം 12 ആയിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും. എന്തായാലും 1:30 മുന്നേ എക്സാം ഹാളിൽ കയറിയിരിക്കണം. സോ ഒരു 1 മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. എന്നിട്ട് എക്സാം സെൻറ്ററിൽ എത്തിയിട്ട് നല്ലൊരു ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് എങ്കിലും കഴിച്ചിട്ട് എക്സാമിന് കയറാൻ നോക്കുക. പിന്നെ വിശന്നിരിക്കാൻ പാടില്ല, കാരണം അത്രയും സമയം വിശന്നിരുന്നാൽ നിങ്ങൾക്ക് എക്സാം വൃത്തിയിൽ എഴുതാൻ പറ്റില്ല. പിന്നെ കാര്യം, ടെൻഷൻ അടിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും എനിക്ക് പറയാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഇതാണ്, ടെൻഷൻ അടിക്കരുത്. ഈ ഒരു വീക്ക് എല്ലാവരും ഇപ്പം റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, പ്ലസ് ടു എഴുതുന്നവർക്ക് വലിയ ടെൻഷൻസ് ഉണ്ടാവില്ല. റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, ഇവരുടെ ഒക്കെ മനസ്സിൽ ഇനി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നാണ്. അപ്പം അതൊന്നും ഇപ്പം ആലോചിക്കരുത്. ഇപ്പം കൂളായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. സോ ഈ വീക്ക് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നീറ്റ് വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അത് ഓക്കെ, കുഴപ്പമില്ല, ഒരു ചാൻസും കൂടി എടുക്കാമെന്നെങ്കിലും വിചാരിക്കുക. ടെൻഷൻ അടിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ നീറ്റ്. പിന്നെ ഇത്രയും പേര് എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടൂല എന്ന് ആദ്യം നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യരുത്. നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. പിന്നെ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോവുക. രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുക. എക്സാം സെൻറ്റർ എവിടെയാണെന്ന് ഓൾറെഡി നോക്കണം. അപ്പം എന്നാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതൊക്കെ മനസ്സിലാവും. സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക.
അപ്പോൾ നീറ്റ് വരുന്നത് മെയ് 4, 2025 സൺഡേ ആണ്. 2 to 5 PM ആണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ മാക്സിമം എടുക്കുക, ടെൻഷൻ അടിക്കരുത്, നന്നായിട്ട് വെള്ളം കുടിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. പിന്നെ ഈ ഡ്രസ് കോഡ് അത് ഇതിനെ പറ്റി ടെൻഷൻ ഇപ്പം അടിക്കേണ്ട. അതെന്തായാലും സിമ്പിളായിട്ടുള്ള ലൈറ്റ് കളർഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് പോവുക. അതാലോചിച്ച് നിങ്ങൾ കുറേ സമയം പോക്കരുത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഒഴിവാക്കുക. എക്സാം ഹാളിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അഡ്മിറ്റ് കാർഡും ഒരു ID പ്രൂഫും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പെന്ന് കൊണ്ടുപോകാൻ പാടുണ്ടോ എന്നറിയില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് കഴുകി പിടിക്കുക. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും കൊണ്ടുപോകാം. സോ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോയും വേണം, സോ ഫോട്ടോയും കൈ പിടിക്കുക. സോ ഇതൊക്കെ എടുക്കുക. പിന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.